ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ബീഫ് ചില്ലി തയ്യാറാക്കിയാലോ. തട്ടുകടകളിലും റെസ്റ്റോറൻറ്റുകളിലും ലഭിക്കുന്ന ബീഫ് ചില്ലി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലില്ലാത്ത വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുക്കേണ്ടത്. ഇനി ഈ ബീഫിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ ഒരു 90% വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് പോകരുത്. വേവ് കൂടിപ്പോയാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് കത്തി കൊണ്ട് ഇതുപോലെ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബീഫും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാവും. 3-4 ടീസ്പൂൺ വെള്ളം. ഞാനിവിടെ ബീഫ് വേവിച്ചപ്പോൾ ബാക്കിയായ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടില്ല, ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ മസാല പിടിക്കാൻ വെക്കുക. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെന്താൽ മതിയാവും. ഇത് 90% വേവിച്ച ബീഫാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 4-5 പച്ചമുളക് എന്നിവ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരുക. നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആർക്കും തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.